ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്താണെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ടു ഫേസ് മെത്തേഡ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് സിമ്പിളാണ്, നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ നിങ്ങളുടെ സിലബസിലില്ല. ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് ചെയ്യാൻ, പക്ഷേ നിങ്ങൾക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡുവൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഡുവൽ മീൻസ് ടു. അപ്പം രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലും അല്ലെങ്കിൽ മാക്സിമൈസേഷനോ മിനിമൈസേഷനോ ആയിരിക്കുമല്ലോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പം മാക്സിമൈസേഷൻ പ്രോബ്ലമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു മിനിമൈസേഷൻ പ്രോബ്ലം അതിന് പാരലായിട്ട് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് പറയുന്നത്. എന്താണ് പറയുന്നത്? മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്കിൽ അതിന് പാരലായ ഒരു മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൂടെ അവിടെ എക്സിസ്റ്റ് ചെയ്യും. രണ്ടിനും ഒരേ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്ന രണ്ട് പാരലൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യും. അതേസമയം ഒരു മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തരുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും എക്സിസ്റ്റ് ചെയ്യും. രണ്ടിനും ഒപ്റ്റിമം സൊല്യൂഷൻ സെയിം ആയിരിക്കും. ഒപ്റ്റിമം സൊല്യൂഷൻ സെയിം ആയ ഒരേ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉള്ള LPP പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എവറി മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ പ്രോബ്ലം ഇൻ LPP ഹാസ് എ യുണീക് സിമിലർ പ്രോബ്ലം ഓഫ് മിനിമൈസേഷൻ ഓർ മാക്സിമൈസേഷൻ ഇൻവോൾവിംഗ് സെയിം ഡാറ്റ വിച്ച് ഡിസ്ക്രൈബ് ഒറിജിനൽ പ്രോബ്ലം. അതായത് ഇപ്പം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇതാണ് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 12,000 x1 പ്ലസ് 8,000 x2 എന്ന് പറയുന്ന മിനിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനും ഒപ്റ്റിമം സെയിം ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഈ കൺസ്ട്രെയിൻസും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനും ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ ഉണ്ടാകും എന്നാണ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മുടെ ഒറിജിനൽ ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമ്മൾ പ്രൈമൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രൈമൽ ഒബ്ജക്റ്റീവ് പ്രോബ്ലം എന്ന് പറയുന്നു. ദെൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് കണ്ടുപിടിക്കുന്നു പറഞ്ഞില്ലേ, അതിന് ഡുവൽ പ്രോബ്ലം എന്നും പറയുന്നു. അപ്പോൾ ഇതാണ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ്. അപ്പോൾ ഇത് ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം. ഇവിടെ മിനിമൈസ് ആണ് ഒബ്ജക്റ്റീവ്. മിനിമൈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 x1 പ്ലസ് 8,000 x2 എന്നാണ് ക്വസ്റ്റ്യനിൽ. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 8x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24, 18x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, 14x1 പ്ലസ് 6x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, 20x1 പ്ലസ് 80x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ മിനിമൈസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിനെ നമ്മൾ മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ മാക്സിമൈസ് ചെയ്യുമ്പം ഈ സെഡ് എന്ന് പറയുന്ന വാല്യൂവിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് G. സെഡ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന് പകരം നമ്മൾ G എന്ന് കൊടുക്കും. മിനിമൈസ് എന്നുള്ളത് മാക്സിമൈസ് ആവും. അപ്പോൾ മാക്സിമൈസ് G ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ എഴുതുക. അതേപോലെ തന്നെ ഡുവൽ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ x1 x2 എന്നുള്ള പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? y1 y2 എന്നാക്കും. കാരണം എന്തെങ്കിലും ഡിഫറൻസ് വേണമല്ലോ. ഇത് മിനിമൈസ് പ്രോബ്ലമാണ്. മാക്സിമൈസ് ചെയ്യുമ്പോൾ അതിന് ഡിഫറൻസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വേരിയബിൾസിനെയൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ് വേരിയബിൾസ് ഓഫ് ഡ്യുവൽ പ്രോബ്ലം ആസ് y1 y2 y3 എക്സെട്ര. അതേപോലെ തന്നെ സെഡിന് പകരം എന്ത് കൊടുക്കണം? G എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇപ്പോൾ പ്രൈമൽ പ്രോബ്ലം ഇതായിരുന്നു സെഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മിനിമൈസ് ആണ് ഈ ഫംഗ്ഷൻ കേട്ടോ. മിനിമൈസ് ഇവിടെ മിൻ എന്നിടാം. മിനിമൈസ് മിൻ. ഓക്കെ, ദെൻ ഇതെന്താണ് നമ്മുടെ പ്രോബ്ലം? ഇത് ഓക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാക്സിമൈസ് ആണ് ചെയ്യേണ്ടത്. സോ ഐ വിൽ റൈറ്റ് ഹിയർ മാക്സ് എന്ന് എഴുതാം. മാക്സിമൈസ് G എന്നായി. സെഡിന് പകരം എന്തായി? G ആയി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് വെച്ച് തന്നെയാണ് നമ്മളിവിടെ പുതിയ കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക? അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, G എന്ന് എഴുതി. ദെൻ ഈ ഒരു കൺസ്ട്രെയിനുകൾ ഉണ്ടല്ലോ, ഈ കൺസ്ട്രെയിനുകളുടെ ഇക്വാലിറ്റി പോർഷൻ്റെ ഇപ്പുറത്തുള്ള ഭാഗമില്ലേ, ദിസ് വൺ,
ഇതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമുക്ക് എക്സിനും വൈക്കും ഒക്കെ വാല്യൂ കൊടുക്കണം. ആ വാല്യൂ നമ്മൾ എവിടെ നിന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത്, നമ്മുടെ അത് നമ്മുടെ ഈ കൺസ്ട്രെയിനിന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. എങ്ങനെ എഴുതുമ്പോൾ നേരം കൺസ്ട്രെയിൻറ്റ് ഈ വാല്യൂസ് കേട്ടോ, 24y1 പ്ലസ് 20y2, 24y1 പ്ലസ് 20y2 പ്ലസ് 18y3 പ്ലസ് 40y4. സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ എഴുതാം 40y4. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂ എന്തായി കിട്ടി, സെറ്റ് മാക്സിമൈസ് ജി ഈസ് ഈക്വൽ ടു 24y, അത് അങ്ങനെ y4 വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പോയല്ലോ. ഇനി ഇതില്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് എഴുതണം അല്ലേ. കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ നോക്കേണ്ടത്, ഇപ്പൊ ഇവിടെ 1 2 3 4 കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയല്ല നോക്കേണ്ടത്, ഇങ്ങനെ ആദ്യത്തെ കൺസ്ട്രെയിൻസിന്റെ വാല്യൂ ആണ് ഇത്, ഇങ്ങനെയാണ് നോക്കേണ്ടത്. അതായത് വെർട്ടിക്കൽ ആയിട്ട് നോക്കണം. ഫസ്റ്റത്തെ നമ്മുടെ കൺസ്ട്രെയിൻസിന്റെ വാല്യൂ വെർട്ടിക്കലി നോക്കണം. ഫസ്റ്റ് കൺസ്ട്രെയിൻ അപ്പൊ എങ്ങനെ വരും, 8 x1 ആണോ y1 ആണോ, y1 ആണ്. 8y1 പ്ലസ് 18y2 പ്ലസ് 14y3 പ്ലസ് 20y4. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റത്തെ കൺസ്ട്രെയിൻ കിട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ എന്താണ്, മിനിമൈസ് ഫംഗ്ഷൻ ആണ്, നമ്മൾ ഓപ്പോസിറ്റ് ആക്കണ്ടേ. മാക്സിമൈസ് ഇസ് ഈക്വൽ ടു ദെൻ എന്ത് പിന്നെ എഴുതണം, ഇത് ഈ വാല്യൂ ആണ് നമ്മൾ എഴുതാം. ഈ വാല്യൂ നമ്മൾ ഓൾറെഡി എടുത്തല്ലോ. ദെൻ ഈ വാല്യൂ ആണ് ഇതിന്റെ 12,000 എന്ന് വരും, 12,000. ദെൻ സെക്കൻഡ് വണ്ണോ, ഇതായിരിക്കും സെക്കൻഡ് കൺസ്ട്രെയിൻ. അപ്പൊ ഇവിടെ 4 കൺസ്ട്രെയിൻ ഉള്ളത് ചുരുങ്ങി 2 കൺസ്ട്രെയിൻ ആകും എന്നാണ് വ്യത്യാസം. 2y1, ഈ 2 ആണ് എടുത്ത് എഴുതുന്നത് കേട്ടോ. 2y1 പ്ലസ് 2y2 പ്ലസ് 6y3 പ്ലസ് 80y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് വൺ 8,000. അപ്പം ഇതാണ് നിങ്ങളുടെ ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി. ഇവിടെ 4 കൺസ്ട്രെയിൻ ഉള്ളത് ചുരുങ്ങി 2 കൺസ്ട്രെയിൻ ആയി. അതേപോലെ വേരിയബിൾസ് 2 എണ്ണം ഉള്ളത് 4 എണ്ണമായി. അതൊക്കെയാണ് ഡിഫറൻസ്. അപ്പോൾ അതൊക്കെ പ്രോബ്ലം എന്തെങ്കിലും ടെക്സ്റ്റിലുണ്ട്, അതൊക്കെ നോക്കാം. പിന്നെ പ്രോബ്ലം ചെയ്യുന്ന എങ്ങനെയാണ്, സിംപ്ലക്സ് ടേബിൾ ചെയ്യുന്ന എങ്ങനെയാണ്, ഈ വാല്യൂസ് വെച്ചാണ് നിങ്ങൾ സിംപ്ലക്സ് ടേബിൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. S1 S2 എന്ന് പറയുന്ന സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ പ്രോബ്ലം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല, ആസ് ഇറ്റ് ഈസ് നമ്മൾ ചെയ്ത പോലെ, ഇതുവരെ ചെയ്ത പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, പ്രോബ്ലം ചെയ്യുക. ദെൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതാണ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത് എഴുതാൻ ഒരു പ്രയാസവും ഇല്ല. എന്താണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നേരെ എന്താണ് ജിയിലേക്ക് മാറ്റുന്നു. ദെൻ കൺസ്ട്രെയിൻസിന്റെ RHS സൈഡ് എടുത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. ദെൻ കൺസ്ട്രെയിൻസിന്റെ വെർട്ടിക്കലി എടുത്തിട്ട് നമ്മൾ പുതിയ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കുന്നു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെയും x1ന്റെയും x2ന്റെയും കോഎഫിഷ്യന്റ് എടുത്തിട്ട് നമ്മൾ ഇക്വാലിറ്റി പോർഷൻ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ്. ഇതോടെ നമ്മൾ നമ്മുടെ മാനേജ്മെന്റ് സയൻസ് കഴിഞ്ഞു. ഇനി നിങ്ങളതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളതിൽ എന്ത് ചെയ്യാം, നിങ്ങളത് ഫുള്ള് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെ തൊട്ട് നമുക്ക് റിസർച്ച് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.